നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 338 338. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 4-ാം അധ്യായം ശ്ലോകം 12 മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ 12-ാമത്തെ ശ്ലോകം ദോഷാൻ പരേഷാം ഹി ഗുണേഷ സാധവോ ഗൃഹ്ണന്തി കേചിന്ന ഭവാദൃശാദ്വിജ ഗുണാംശ്ച ഫൽഗൂൻ ബഹുലീകരിഷ്ണവോ മഹത്തമാസ്തേഷ വിദദ്ഭവാനഘം. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കർത്ഥം പറയുമ്പോൾ, ഹേ ബ്രാഹ്മണ, ശത്രുക്കളെന്ന് നിശ്ചയിച്ചിരിക്കുന്നവരുടെ ഗുണങ്ങളിൽ അങ്ങയെപ്പോലുള്ള ചില സാധുക്കളല്ലാത്തവർ, അങ്ങയെപ്പോലുള്ള ചില അസാധുക്കൾ ദോഷങ്ങളെ ഗ്രഹിക്കുന്നു, നന്മയെ ഗ്രഹിക്കില്ല. അതായത് ഒരു പ്രോവർബ്, അതായത് ഒരു നാടൻ രീതിയിലൊരു കാര്യം പറയും. എന്താ അത്? ഒരാൾക്ക് 100 അങ്ങനെ ശതമാനമുള്ളപ്പോൾ നമ്മൾ പറയാം. അപ്പോൾ ഒരു ഗുണമേ ഉള്ളൂ. 99 ദുർഗുണങ്ങളാണെങ്കിൽ സജ്ജനങ്ങൾ ആ ഒരു ഗുണത്തെ മാത്രമേ പറയുള്ളൂ, ബാക്കിയുള്ളതൊന്നും പറയില്ല. നേരെ മറിച്ച് ദുഷ്ടമനസ്സുള്ളവരോ ആ ഒരു ഗുണത്തിനെ പറയാതെ കണ്ട് 99 ദോഷങ്ങളെ പറയും. അപ്പം നമ്മൾ ആരാവണം? സജ്ജനായിരിക്കണോ ദുഷ്ജനങ്ങളായിരിക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് പറയണത്, ചിലർ അങ്ങനെയല്ല, അതീവ മഹാന്മാർ നിസ്സാരങ്ങളായ ഗുണങ്ങളെ ബഹുലങ്ങളാക്കുന്നവരാകുന്നു. നന്മ നേരാണെങ്കിൽ അവരുടെ പോരായ്മകളെ ലഘൂകരിച്ച് നന്മയെ ഊതി വീർപ്പിക്കണം. അപ്പോഴാണ് പ്രോത്സാഹനം ഉള്ളൂ. അതാണ് ബഹുലങ്ങളാക്കുന്നവരാകുന്നു. അങ്ങ് അവരിൽ ദോഷത്തെ അറിഞ്ഞു സുപ്രസിദ്ധം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം എന്ന് മാത്രമല്ല, സർവലോകങ്ങൾക്കും ഉപകാരം ചെയ്യുന്ന നിർദോഷികളും നിർവൈരന്മാരുമായ ഗുണവാന്മാരുടെ, അതായത് ഗുണവാന്മാരെന്ന് പറഞ്ഞാൽ ആർക്കും ദോഷം പറയാത്തവരും ആർക്കും വൈരം മനസ്സിൽ സങ്കല്പിക്കാത്തവരും, മഹാകല്യാണ ഗുണങ്ങളിൽ ദോഷങ്ങളെ ആരോപിക്കുന്നത് അങ്ങയ്ക്ക് അത്യന്തം അനുചിതം എന്ന് സൂചിപ്പിച്ചു പറയുന്നു. ഹേ ബ്രാഹ്മണ, ബ്രഹ്മപുത്രനായതുകൊണ്ട് ബ്രാഹ്മണ്യം തികച്ചും പ്രകാശിപ്പിക്കേണ്ടതായ പിതാവേ, അവിടുത്തെ ഈ പ്രവൃത്തി അതിനീചമായിരിക്കുന്നു. ദുഷിച്ചിരിക്കുന്ന അന്ധകരണത്തോടുകൂടിയ അങ്ങയെപ്പോലെയുള്ള അസാധുക്കൾ ഗുണവാന്മാരെ ശത്രുക്കളായിട്ട് സങ്കല്പിക്കുകയും അവരുടെ ഗുണങ്ങളിൽ സ്വബുദ്ധി ദോഷത്താൽ ദോഷങ്ങളെ ആരോപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളെ ദോഷങ്ങളായിട്ട് കാണുന്നു. ഇത് കുറച്ച് നീണ്ട എക്സ്പ്ലനേഷനാണ്, ശ്രദ്ധിക്കണം. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ അന്ധകരണം ദുഷിച്ചതിൻ്റെ ഫലമാണ്. അന്ധകരണം ദുഷിച്ചാൽ നന്മ കാണില്ല. അത് ഏത് മാതിരി? ദ്രോണാചാര്യർ തൻ്റെ സഹജമായ ബുദ്ധിവൈഭവം കൊണ്ട് എല്ലാവരും കേൾക്ക് പാണ്ഡവന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന ധർമ്മപുത്രരെ വിളിച്ചു. അതേപോലെ 100 പേരിൽ മൂത്തവനായിരിക്കുന്ന ദുര്യോധനെ വിളിച്ചു. എന്നിട്ട് ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, നീ ഈ ലോകത്തിൽ നന്മ ഉള്ളവനെ വല്ലവരുണ്ടെങ്കിൽ കാണിച്ചതാന്നായി. നന്മ എന്ന് വെച്ചാൽ നിൻ്റെ സ്വഭാവത്തിന് എതിരായിട്ട് വല്ലവരുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞത്. കാരണം ദുര്യോധനൻ ചെയ്യണതൊക്കെ ശരിയാണെന്നുള്ള വിചാരം. അപ്പോൾ പറഞ്ഞു, എല്ലാവരും എന്നെ പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി?
ഏത് ദൃഷ്ടി കൂടെയാണ് നമ്മൾ നോക്കണത് അതേ നമുക്കറിയുള്ളൂ. അതേമാതിരി പാണ്ഡവന്മാരിലെ ഏട്ടനായിട്ടുള്ള ധർമ്മപുത്ര വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ മനോഗതിക്ക് എതിരായിട്ടുള്ള വല്ലവരുണ്ടെങ്കിൽ കണ്ടുപിടിക്കൂ പറഞ്ഞു. അദ്ദേഹം ഇതേമാതിരി ലോകം ചുറ്റി വന്നിട്ട് പറഞ്ഞു, ഇല്ല, എല്ലാവരും എന്നെ പോലെ തന്നെയാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ധർമ്മം ആചരിക്കണവരാണെന്ന് പറഞ്ഞു. ഈ ഉപദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആരായിരിക്കണം നമ്മൾ? മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മോക്ഷപ്രാപ്തി ഉറപ്പാണ്, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉറപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭക്തന്മാർ അല്പമായി ചെയ്യുന്ന സൽക്കാര പൂജാദ്രവ്യങ്ങളെ അനൽപ്പങ്ങളായി കരുതുകയും. ഭഗവാൻ എങ്ങനെ ചെയ്യാം? ഒരാൾ ഒരു പേഴ്സൻ്റ് പൂജ ചെയ്തു വെച്ചാൽ അതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് തർക്കടില്ലല്ലോ ഇയാൾ ഒരു 50% ചെയ്തു. 50% ചെയ്താൽ എന്തായി? ഫുൾനെസ് 100 മാർക്കായി. അതായിരിക്കണം നമ്മുടെ ഔചിത്യപൂർണമായിട്ടുള്ള ജീവിത രീതി. അതുകൊണ്ട് പറഞ്ഞു, സകല അഭീഷ്ടങ്ങളെയും തൽക്ഷണം സാധിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ശിവനെ ആശുതോഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചെന്തെങ്കിലും ചെയ്താൽ സന്തോഷിക്കുന്നവനെന്നർത്ഥം. ആശുതോഷൻ എന്ന് മഹാന്മാർ നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ സംഗതി അങ്ങ് ഗുണവാന്മാരുടെ ഗുണങ്ങളിൽ ദോഷങ്ങളെ ആരോപിച്ചതും ശ്രീ ശിവൻ അല്പഗുണങ്ങളെ അനൽപഗുണങ്ങളായി കരുതുന്നതും എല്ലാവരും അറിഞ്ഞിരിക്കുന്ന സംഗതി തന്നെ. അതിനാൽ ഭവാൻ മഹത്തമനായ ശ്രീ ശിവനിൽ ദോഷത്തെ ആരോപിച്ചിരിക്കുന്നു. അത് ബ്രഹ്മപുത്രനായ അങ്ങയ്ക്ക് ഉചിതമായിരിക്കുന്നില്ല. അങ്ങ് സാധാരണക്കാരൻ്റെ മകനല്ല, ബ്രഹ്മാവിൻ്റെ മകനാണ്. അപ്പം എന്ത് വേണം? കുറച്ചുകൂടി ദീർഘവീക്ഷണം, വിഹകവീക്ഷണമൊക്കെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അങ്ങയെപ്പോലെ അസൂയയുള്ളവർ ജനങ്ങളുടെ ദോഷങ്ങളെ മാത്രം കാണും. അസൂയുള്ളവരാണ് ദോഷം പറയാം. നന്മ ഇച്ഛിക്കുന്നവരെ പോരായ്മകളെ പ്ലസ്സാക്കാൻ ശ്രമിക്കും. അപ്പോൾ പറയണു, ഗുണങ്ങളെ കാണുകയില്ല. വേറെ ചിലർ ഗുണങ്ങളിൽ ദോഷങ്ങളെ ആരോപിക്കുകയില്ല. ഗുണങ്ങളെയും ദോഷങ്ങളെയും വേർതിരിച്ച് കാണും. അവ മഹാന്മാർ. സാധുക്കളാകട്ടെ അന്യരുടെ ഗുണങ്ങളെ മാത്രം കാണും, ദോഷങ്ങളെ കാണുകയില്ല. അവരും മഹാന്മാർ തന്നെ. അപ്പം മഹത്തരന്മാരാകട്ടെ ദോഷങ്ങളെ കാണുകയില്ലെന്ന് മാത്രമല്ല, അല്പഗുണങ്ങളെ അതുല്യ ഗുണങ്ങളാക്കി മാറ്റി കാണും. എന്നിട്ടോ ഇങ്ങനെ നാനാതരക്കാരിൽ അങ്ങ് ആദ്യം പറഞ്ഞ നീചന്മാർ ഉൾപ്പെട്ടത് മഹാകഷ്ടമായെന്ന് സാരം. മഹാകഷ്ടമായി എന്നാ പറയും. 13ാമത്തെ ശ്ലോകം, അതും 14, 15 ഒക്കെ 4 വരി ശ്ലോകങ്ങളാണ്. ന ആശ്ചര്യമേതദ്യതസൽസു സർവദാ മഹാത്മിനിന്ദാ ഗുണപാത്മവാദിഷു ശീർഷ്യം സഈർഷ്യം മഹാപുരുഷപാദപാംസുഭിർ നിരസ്തതേജസ്സു തദേവ ശോഭനം എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം, കുണപം എന്ന് പറഞ്ഞ ജഡത്തെ ആത്മാവാണെന്ന് വാദിക്കുന്ന സ്വഭാവത്തോടു കൂടിയ അസത്തുക്കളിൽ ഈർഷ്യയോടും കൂടെ മഹാത്മാരുടെ നിന്ദ യാതൊന്നോ ഇത് ആശ്ചര്യമല്ല. ആശ്ചര്യം എന്നാ. അപ്പോൾ പറയുന്നു, മഹാപുരുഷന്മാരുടെ പാദധൂളികളാൽ നിരസിക്കപ്പെട്ട തേജസ്സോടു കൂടിയവരിൽ അത് യോഗ്യം തന്നെ, ശോഭനം തന്നെ. അതായത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് കാഴ്ചകൾ ഉണ്ടാവുക. ഇപ്പോൾ 2 ദേശക്കാർ തമ്മിൽ കുടമാറ്റം നടത്തുക വിചാരിക്കുക. സത്യസന്ധമായിട്ട് ഒരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ ദേശക്കാരൻ പറയും ആ ദേശത്തിൻ്റെ തന്നെ നന്നായത് എന്ന്, ഈ ദേശക്കാരൻ പറയും ഈ ദേശത്തന്നെ നന്നായതാണ്. ഇനി ആ ദേശക്കാരനോട് ലോയൽറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അയാൾ ആ ഭാഗക്കാർ ചെയ്ത് തന്നെ ശരി പറയും. ഇങ്ങനെ തന്നെയാണ് എല്ലാറ്റിലും. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി,
ആക്സിഡൻറ്റ് കണ്ട വിറ്റ്നസ്സുകൾ ആരാണ് പ്രഗത്ഭൻ അയാളുടെ ഭാഗത്ത് ചേരും. കാരണം എന്താ, അതാണ് ഓസിയിൽ ഒരു ചായെങ്കിലും കുടിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സത്യസന്ധതയ്ക്ക് വില മതിച്ചും കൊണ്ടുള്ളൊരു ജീവിത സന്ധാരണം ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ആര് അത് പകർത്തണു അവർ രക്ഷപ്പെടുന്നുള്ളത് 100% ശരിയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഇത്രയും പറഞ്ഞിട്ടും കുലുക്കമില്ലാതിരിക്കുന്ന ദക്ഷനെ നോക്കി വീണ്ടും പറയുന്നു, നശ്വരമായിരിക്കുന്ന ശരീരത്തെ ആത്മാവായിട്ട് ധരിക്കുവാൻ മാത്രം ദുഷിച്ചിരിക്കുന്ന, അപ്പോൾ ആത്മാവിനെ അറിയാതെ കൊണ്ട് ശരീരം ഞാൻ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അപരാധമാണ് പറഞ്ഞത്. അപ്പോൾ ദുഷിച്ചിരിക്കുന്ന അന്ധകരണവൃത്തിയോടുകൂടിയ അസത്തുക്കൾ മഹാപുരുഷന്മാരെ ഈർഷ്യയോടുകൂടി നിന്ദിക്കുന്നത് ആശ്ചര്യമല്ല, അവർക്ക് തന്നെ ശോഭനം. എന്തുകൊണ്ടെന്നാൽ ഹന്തി ശ്രേയാംസി ഭൂയാംസി പുംസോ മഹാദതിക്രമ, എപ്പോൾ ഒരുവൻ മഹജ്ജനങ്ങളെ അതിക്രമിച്ചുവോ അതോടുകൂടെ അവൻ്റെ സകല ശ്രേയസ്സും നശിക്കണമെന്നാണ്. സത്യസങ്കല്പന്മാർക്ക് എതിരായിട്ട് പറഞ്ഞാൽ ഈശ്വരൻ നമ്മളോടെ കോപിക്കാം. എന്നിട്ട് പറയണു, സകല ശ്രേയസ്സും നശിച്ച് എന്ന ന്യായപ്രകാരം മഹാജന അതിക്രമം നിമിത്തം ദുഷിച്ചിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയ ഒരുവൻ നശിപ്പാൻ ഒരുങ്ങിയവനാകയാൽ ദുഷിച്ച പ്രവർത്തികൾ ചെയ്യുന്നതിൽ ആശ്ചര്യമെന്തിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട്, കാരണം പൂർണ്ണമായിരിക്കെ കാര്യം കാണപ്പെടുന്നതിൽ ആശ്ചര്യമില്ലല്ലോ. പരന്മാർ നിന്ദിച്ചാലും മഹാന്മാർ അവരെ നിന്ദിക്കുന്നവരെ ശപിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും അവരുടെ പാദധൂളിയുടെ ശക്തി നിമിത്തം കാൽപാദത്തിൽ പെട്ടിപ്പിടിച്ചിട്ടുള്ള പൊടിയുടെ ശക്തി നിമിത്തം നിന്ദിച്ചവരുടെ തേജസ് മുഴുവനും നശിക്കുന്നു. അതിനാൽ പരമശ്രേയ സാധനമായ വിവേകം നശിച്ചവർ, ശരിയും തെറ്റും അനലൈസ് ചെയ്യാൻ സാധിക്കാത്തവൻ, അതാണ് വിവേകം നശിച്ചവർ മഹാജനങ്ങളെ നിന്ദിക്കുന്നത് അവരുടെ സ്വഭാവമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അർത്ഥം അവിടെ നിർത്തിയത്. ഇനി 14-ാമത്തെ ശ്ലോകം യത് വൃക്ഷരം നാമഗിരേരിതം നൃണാം സകൃത് പ്രസംഗാധകമാശു ഹന്തി തത് പവിത്രകീർത്തിം തമ്മലംഘ്യ ശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതരാ. മംഗളസ്വരൂപനുമല്ലാത്തവരെ ദുഷിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ പ്രസംഗവശാൽ ഒരിക്കൽ വാക്കിനാൽ പറയപ്പെട്ട 2 അക്ഷരമുള്ള യാതൊരു നാമം ശിവശിവ ജനങ്ങളുടെ പാപത്തെ ക്ഷണം നശിപ്പിക്കുന്നുവോ, പരിശുദ്ധനായ കീർത്തിയോടുകൂടിയും അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്ത ശാസനത്തോടുകൂടിയിരിക്കുന്ന ശിവനെ അമംഗളസ്വരൂപനായ അങ്ങ് ദേഷിക്കുന്നു. കഷ്ടം. ആരെ ദേഷൻ? ശിവനെ ദേഷിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ വാക്കാർത്ഥം, മഹാന്മാരെ നിന്ദിക്കുന്നത് ദുർജന സ്വഭാവമാണെന്ന് സാമാന്യമായി പറഞ്ഞ ശേഷം സമുന്മുഖന്മാരായി തന്നെ ദക്ഷനോട് പറയുന്നു, വല്ല സംഗതിവശാലും ആശ്ചര്യാദി ഭാവത്തെ സൂചിപ്പിക്കുവാനായി കൊണ്ട് ബുദ്ധിപൂർവമല്ലെങ്കിലും
വാഗ്മാത്രത്താൽ രണ്ടക്ഷരത്തോടുകൂടെ യാതൊരു നാമത്തെ ശിവ എന്ന വാക്കിനെ ഉച്ചരിച്ച് രാത്രിയിൽ ആ യാമം ഉച്ചരിച്ച ആൾ ആരായിരുന്നാലും ഹൂവർ ഇറ്റ് മേ ബി, പറയണു ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു ആ നാമത്തെ കൂടി യാതൊരു നാമത്തെ ഉച്ചരിച്ച മാത്രയിൽ ആ നാമം ഉച്ചരിച്ച ആൾ ആരായിരുന്നാലും അവരുടെ സകല പാപങ്ങളും പെട്ടെന്ന് നശിക്കുന്നുവോ. ലോകമലത്തെ, ലോകത്തിൻ്റെ ചളിയെന്നർത്ഥം പറയണം, ലോക ചളിയെ അപഹരിക്കുവാൻ സമർത്ഥയായ കീർത്തിയും ആർക്കും അതിക്രമിച്ചുകൊണ്ട് സർവവന്ധ്യനായിരിക്കുന്ന ആ കല്യാണ ഗുണവിഗ്രഹൻ ദേഷിക്കുന്നു. പാപത്തിൽ ശക്തി മഹാകഷ്ടം തന്നെ. അപ്പോൾ അവിടെ മഹാകഷ്ടം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം 15. യത് പാദപത്മം മഹദാം മനോളിഭിർ നിഷേവിതം ബ്രഹ്മസാസവർദ്ധിഭി ലോകസ്യ യത് വർഷിച്ചം ച ആശിഷോ അർത്ഥിനസ്തസ്മൈ ഭവാൻ ദൃഹതി വിശ്വബന്ധവേ. വിശ്വബന്ധു ആരാ? സാക്ഷാൽ ശ്രീഹരി. ആ വിശ്വബന്ധുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ വാക്കാർത്ഥം, ബ്രഹ്മരസമാകുന്ന മധുവിനെ ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ മനസ്സാകുന്ന വണ്ടുകളാൽ യാതൊരുവൻ്റെ പാദപത്മം സേവിക്കപ്പെടുന്നുവോ അർത്ഥിന ലോകസ്യ ആഗ്രഹത്തോടു കൂടിയ ആഗ്രഹത്തോടു കൂടിയ ലോകത്തിന് ആഗ്രഹിക്കുന്നവരെ യാതൊന്ന് വർഷിച്ചു, അവരെ ശുദ്ധാക്കി, മാനസികമായിട്ടും ശാരീരികമായിട്ടും. എന്നിട്ടോ വർഷിച്ചു കൊടുക്കുന്നുവോ ലോകബന്ധു ആയിരിക്കുന്ന തസ്മൈ ശ്രീ ഭഗവാനെ ഭവാൻ ദ്രോഹിക്കുന്നു. അങ്ങയുടെ ഈ കുൽസിത ബുദ്ധി ഇപ്പം എന്തിനാ പോയി നിൽക്കണത്? ശിവനെ ദേഷിച്ചാൽ, ശിവൻ അതേ നാണയത്തിന് ദേഷിച്ചാൽ തൻ്റെ സ്ഥിതി എന്താവും? അതാണ് വീണ്ടു വിചാരമില്ലാതെ കണ്ട് പരിഭ്രമിച്ചു എന്നൊക്കെ പറയാൻ കാരണം. ഒരു 16-ാമത്തെ ശ്ലോകം. കിം വാശികാക്യമശിവം ന വിദുസ്ത്വദന്യേ ബ്രഹ്മാദയസ്തമകവീര്യജടാ ശ്മശാനേ തന്മാല്യഭസ്മനൃഗപാല്യവസത് പിശാചേ ദ്യേ തശ്ചരണാവസൃഷ്ടം. അതായത് അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ്? യാതൊരുത്തർ ആ ദേവൻ്റെ പാദത്താൽ സ്പർശിക്കപ്പെട്ടതിനെ ശിരസ്സുകൊണ്ട് ധരിക്കുന്നു. അങ്ങൊഴിച്ചുള്ള ആ ബ്രഹ്മാദികൾ ആ ദേവനെ ശ്മശാനത്തിൽ ജടകൾ പരത്തിയിട്ടും അതിലെ മാലകളും ഭസ്മത്തെയും തലയോടുകളോടും ധരിച്ചും പിശാചങ്ങളോടുകൂടി വസിച്ചു. ശിവനെന്ന് പേരുണ്ടായിരുന്നാലും ശിവനല്ലെന്ന് അറിഞ്ഞില്ലയോ? ഒരു വളരെ തലനാര് കീറിയിട്ടുള്ളൊരു സംശയമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ നമുക്കതിൻ്റെ ഭാവാർത്ഥം അറിയുമ്പോൾ അത് വൈമനസ്യങ്ങൾ മാറും. എന്താ അത്? ദക്ഷൻ ശിവനിൽ ആരോപിച്ചതായ ശ്മശാനവാസാദി ദോഷങ്ങളെ അപഹരിച്ചുകൊണ്ട്
ദക്ഷ വിവേകത്തെ ആവർത്തിച്ച് ആക്ഷേപിക്കുന്നു. ബ്രഹ്മവാദികളായ ലോകേശ്വരന്മാർ ശ്രീ ശിവപാദത്താൽ സ്പർശിക്കപ്പെട്ട പദാർത്ഥങ്ങളുടെ പരിശുദ്ധിയെ അറിഞ്ഞവരായതുകൊണ്ട് അവരുടെ ശിരസിൽ ആ വസ്തുക്കളെ ധരിക്കുന്നു. ശ്മശാനത്തിൽ ജടകളെ വിരുത്തിയിട്ട് ശയിക്കുന്നു. ശ്മശാന മാലിന്യവും തലയോടും ധരിക്കുന്നു. പിശാചങ്ങളോടുകൂടി വസിക്കുന്നു. അതിനാൽ ശിവൻ എന്ന് പേരുണ്ടായിരുന്നാലും വാസ്തവത്തിൽ ശിവനല്ല, മംഗളരൂപൻ തന്നെ. അപ്പം ശിവനെന്ന് പേരുണ്ടായത് എങ്ങനെയാണ്? വസിക്കുന്നു. അതിനാൽ വസിക്കണില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. വസിക്കുന്നു. അപ്പോൾ പറയണു അമംഗളസ്വരൂപനാകുന്നുവെന്നുള്ള സംഗതി ബ്രഹ്മവാദി ദേവന്മാർ അറിയാത്തവരായി ഭവിച്ചുവോ? അങ്ങ് മാത്രം ശിവൻ്റെ ഈ ദേശത്തെ അറിഞ്ഞ പരമജ്ഞാനി. ബ്രഹ്മാദികൾ അജ്ഞന്മാരല്ലയോ? കഷ്ടം. അങ്ങയുടെ അവിവേകത്തിൻ്റെ ആധിക്യം അങ്ങയെ അധപ്പതിപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന മഹാത്മാവ് അറിയും. അലൗകികനായ ശ്രീ ശിവനെ, ലൗകിക വൃത്തിയില്ല അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് ശ്രീ ശിവനെ ലോകസാധാരണനായിട്ട് കരുതിയത്, സാധാരണക്കാരനായിട്ട് കരുതിയത്. അങ്ങയുടെ ബുദ്ധിയുടെ സങ്കുചിത ഭാവത്തെ സങ്കുചിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ദോഷി തന്നെയാണ് അർത്ഥം പറയണം. അലൗകികങ്ങളായ ഭാവങ്ങളോടുകൂടിയ മഹാജനങ്ങളുടെ പ്രവൃത്തിയെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് യുക്തിക്ക് യോജിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് അവിവേകമാണെന്ന് ഘോഷിക്കുന്ന ശ്രുതിവാക്യം അങ്ങയുടെ ശ്രോത്രത്തിൽ പ്രവേശിക്കാതിരിപ്പാൻ എന്ത് കാരണം? ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷം 17 അതെങ്ങനെ? കർണോ പിതായ നിരയാദ്യതകൽപൈഷേ ധർമാവിതര്യ ശൃണിഭിർനിർഭിരസ്യമാനേ ചിന്ത്യാൽ പ്രസഹു രൂഷതീം മസതീം പ്രഭുശ്ചേൽ ജിഹ്വാമസൂനഭിതോ വിസൃജേൽ സധർമ്മേ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ധർമ്മങ്ങളെ അവനം ചെയ്യുന്നവൻ, അത് രക്ഷിക്കുന്നവൻ ഈശ്വരൻ. നിരങ്കുശന്മാരായ മാനുഷന്മാരാൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അസമർത്ഥനാണെങ്കിൽ കാതുകളെ ആച്ഛാദനം ചെയ്തിട്ട് നിർഗമിക്കണം. ചെവി പൊത്തി അവിടുന്ന് പോകണം. ദേവന്മാരെ നിന്ദിക്കുന്നത് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും നമ്മൾ ചെവി പൊത്തി പോകണം. അപ്പോൾ കാതുകളെ ആച്ഛാദനം ചെയ്തിട്ട് നിർഗമിക്കണം. പ്രഭു സർവാർത്ഥനാണെങ്കിൽ രുഷതീം, അതായത് അമംഗളമായ വാക്കിനെ ഉച്ചരിക്കുന്നതും പിന്നെയോ ദുഷിച്ചിരിക്കുന്നതുമായ അവൻ്റെ ജിഹ്വയെ ബലാത്കാരേണ ഛേദിക്കണം. പ്രാണങ്ങളെയും വിസർജിക്കണം. അത് ധർമ്മമാകുന്നു. നല്ല കാര്യത്തിന് വേണ്ടി ആയുധം എടുത്താൽ അത് അപമര്യാദയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ദക്ഷൻ്റെ പക്ഷത്തിലുള്ള സദസ്യന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് ധർമ്മോപദേശം ചെയ്യുന്നു. ലോകത്തിൽ സർവധർമ്മങ്ങളും നിലനിർത്തി സംരക്ഷിക്കുന്ന മഹേശ്വരനെ നിരങ്കുശമായ ജനങ്ങൾ അധിക്ഷേപിക്കുന്ന പക്ഷം അവരെ ശാസിപ്പാൻ ശക്തിയില്ലാത്തവരാണെങ്കിൽ
ആ വാക്കുകളെ കേൾപ്പാൻ ഇടവരുത്താതെ കർണങ്ങളെ അടച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്നുടനെ പൊയ്ക്കൊള്ളണം. ഈശ്വരൻ നിന്ന ചെയ്യാൻ ആ ദുഷ്ടനെ ശാസിപ്പാനുള്ള സൗഭാഗ്യം ഉള്ളവരാണെങ്കിൽ അതില്ല. ശ്രീകൃഷ്ണനെ ശാസിക്കാൻ മാത്രം കോപ്പുള്ളവരില്ല. അതുകൊണ്ടാണ് ഉള്ളവരാണെങ്കിൽ അമംഗളവാക്കുകളെ ഉച്ചരിക്കുന്ന അവൻ്റെ ആ നാവിനെ ബലാത്കാരേണ മുറിച്ചു കളയണം. ശക്തി ഉണ്ടായിട്ടും ബലവത്തായ മറ്റു കർണത്താൽ അതിന് ഭാവമില്ലെങ്കിൽ, അതിനെ നിന്ദിക്കാനുള്ള ഭാവമില്ലെങ്കിൽ സ്വപ്രാണങ്ങളെ തന്നെ ഉപേക്ഷിക്കണം. ഈ മുന്നിൽ ഓരോന്നും ധർമ്മമാകുന്നു. ധർമ്മമല്ലാണ്ട് വേറൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് അറിയണില്ല ധർമ്മം ഏത് അധർമ്മം ഏത് എന്നുള്ളത്. എന്നിട്ടോ ഇതൊന്നും ചെയ്യാതെ ശിവനിന്ദ ചെയ്യുന്നു. അതിനെ അനുമോദിപ്പവർക്കും അധികം നേരിടാതിരിക്കുകയില്ലെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.